ഹലോ, നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ എല്ലാം വീടുകളിലിരിക്കുന്ന ഇതേപോലുള്ള KSEBയുടെ എനർജി മീറ്ററിൽ ലൈൻ വോൾട്ടേജ്, നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങൾ എടുക്കുന്ന കറണ്ട്, അതിൻ്റെ പവർ ഫാക്ടർ, ആ ഉപകരണത്തിൻ്റെ വാട്ട്സ്, അതായത് കിലോ വാട്ട്സിലാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് കൂടാതെ ഇതിൽ മറ്റൊരു സംവിധാനമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എല്ലാം ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും ഇതിൽ പ്രത്യേകമായി അറിയാനുള്ള ഒരു സംവിധാനം ഈ മീറ്ററിലുണ്ട്. ഈ കാണുന്നതാണ് അതെടുക്കുന്ന ആംബിയർ കറണ്ടാണ് ഈ കാണിക്കുന്നത്. അതിലൊരു P മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഫേസ് കറണ്ടാണ്. ഇപ്പോൾ കാണിക്കുന്നത് N ആണ്, ന്യൂട്രൽ കറണ്ട്. അപ്പോൾ ഈ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും സെയിം ആയിരിക്കണം. അത് തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ മനസ്സിലാക്കാം ലൈനിൽ കറണ്ട് ലീക്കേജ് ഉണ്ടാകുന്നു എന്ന്. ഇതിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ ഇങ്ങനെ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും അറിയണമെങ്കിൽ നമുക്ക് പ്രത്യേകം കറണ്ട് ലീക്കേജ് മീറ്ററിൻ്റെ ആവശ്യം വരും. പക്ഷേ ഇത് ഈ KSEBയുടെ ഈ മീറ്റർ ഉപയോഗിച്ച് തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് നമ്മൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉപകരണം, അത് എടുക്കുന്ന ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും പ്രത്യേകം ഇതിലറിയാം. അതിൻ്റെ അളവിൽ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിലെത്രയാണോ വ്യത്യാസം കാണിക്കുന്നത് അത്രയും കറണ്ട് ലീക്കേജ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അരേ സ്പീഡ് മോട്ടറാണ് ഓൺ ചെയ്തിരിക്കുന്നത്. അതെടുക്കുന്ന ഫേസ് കറണ്ടാണ് 2.29, അതായത് 2 ആംബിയറും 290 മില്ലി ആംബിയറും. അത് തന്നെയാണ് ഈ ന്യൂട്രൽ കറണ്ടും റീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മുടെ വീടുകളിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഓൺ ചെയ്തുകൊണ്ട് ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള കറണ്ട് ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ മീറ്ററിൽ നോക്കി വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഇതിന് 3ാമത്തെ ഡിജിറ്റ് വരാത്തത് കൊണ്ട് നമുക്ക് ഏകദേശം 1 തൊട്ട് 9 വരെ, അതായത് ലാസ്റ്റ് 3ാമത്തെ ഡിജിറ്റിൽ വരുന്ന 1 മുതൽ 9 വരെയുള്ള അക്കം ഇതിൽ മനസ്സിലാവില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2ാമത്തെ ഡിജിറ്റിൽ ഒരക്കത്തിന് വ്യത്യാസമുണ്ടെങ്കിൽ ഓർക്കുക 10 മില്ലി ആംബിയറിൻ്റെ വ്യത്യാസമാണ് അവിടെ വന്നിരിക്കുന്നത്. അതൊരു 30 മില്ലി ആംബിയറിൻ്റെ വ്യത്യാസമാണ് വരുന്നതെങ്കിൽ നമ്മുടെ RCCB ട്രിപ്പാകും. കാരണം അത്രയും കറണ്ട് ലീക്കേജ് വരുന്നതുകൊണ്ടാണ്. സാധാരണ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ ലീക്കേജ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കറണ്ട് ലീക്കേജ് ടെസ്റ്റർ തന്നെ വേണ്ടി വരും. ഇപ്പോൾ അതൊന്നുമില്ലാതെ KSEBയുടെ ഈ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഈ കറണ്ട്, ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും പ്രത്യേകം അറിയാം. അത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. എപ്പോഴും ഫേസ് കറണ്ട് കൂടുതലായിരിക്കും, ന്യൂട്രൽ കറണ്ടാണ് കുറയുന്നത്. അപ്പോൾ ന്യൂട്രലിലേക്ക് വരുന്ന ആ കറണ്ട് ഏതെങ്കിലും ഭാഗത്ത് എർത്തായി കഴിഞ്ഞാൽ ഈ മീറ്ററിൽ ആ വ്യത്യാസം കാണിക്കും. അതിന് ശേഷമുള്ള കറണ്ട് മാത്രമേ ഈ ന്യൂട്രൽ കറണ്ടിൽ മീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ അത് കാണിക്കുകയുള്ളൂ. അപ്പോൾ ആ ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വീട്ടിലെ ഓരോ ഉപകരണങ്ങളും, നമുക്ക് സംശയമുള്ള ഏതെങ്കിലും ഉപകരണങ്ങളിൽ ഇതേപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് ലീക്കേജ് ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ആ ഒരു ഉപകരണം ഓൺ ചെയ്തുകൊണ്ട് ഇതേപോലെ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും നോക്കുക. അത് തമ്മിലുള്ള വ്യത്യാസം എത്ര മില്ലി ആംബിയറാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്താണ് കംപ്ലൈൻ്റ് എന്ന് മനസ്സിലാക്കാം. അത് നമുക്കൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ആ കംപ്ലൈൻറ്റ് പരിഹരിക്കാവുന്നതാണ്. അങ്ങനെ വീട്ടിൽ അധികമായ ഇലക്ട്രിസിറ്റി ബിൽ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ എയർ കണ്ടീഷണറുകളൊക്കെ വളരെയധികം സമയം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കറണ്ട് ലീക്കേജ് ഉണ്ടോ എന്ന് നമുക്ക് ഈ മീറ്റർ വഴി ഇതിൻ്റെ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം ഈ മീറ്ററിലുള്ളത് വളരെ സൗകര്യമാണ്. നമുക്ക് തന്നെ സ്വയം ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്കിത് നോക്കി കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിവരം പലർക്കും അറിവില്ലാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം അവർക്കും ഇതേപോലെ വീട്ടിൽ കറണ്ട് ലീക്കേജ് ഉണ്ടാകുന്നുണ്ടോ എന്ന് വളരെ എളുപ്പം തന്നെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.